കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായുള്ള ദൈവിക മർമ്മങ്ങൾ. പ്രൊഫസർ മാത്യു പി തോമസ്. അധ്യായം 1. കളയും പതിരും പിന്നെ നിറമണിയും. സഭാസംഘടനയാകുന്ന വയലിൽ കളയും ഗോതമ്പും ഒരുപോലെ വളരും. രണ്ടു കൂട്ടർക്കും വെള്ളവും വളവും ഒരുപോലെ ലഭിക്കും. ഗോതമ്പിനെ പോലെ താനും നിലകൊള്ളുന്നുവെന്നാണ് കള കരുതുന്നത്. കാറ്റിൽ ഇരുകൂട്ടരും ആടിപ്പാടുന്നു. ബാഹ്യമായ വ്യത്യാസം ഇരുകൂട്ടർക്കും കാണുന്നില്ല. എന്നാൽ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ സംഘടനയിലെ കളകളെ നന്നായി തിരിച്ചറിയും. അതുകൊണ്ട് കൊയ്ത്തിന് സമയമാകുമ്പോൾ ആദ്യമായി കളകളെ വേർതിരിക്കും. അവയെ കെട്ടുകളാക്കി ചുടുവാൻ വച്ചിരിക്കുന്നു. ആത്മീയ ഗോളത്തിൽ നാം പലപ്പോഴും കേൾക്കുന്ന 3 രാജ്യങ്ങളാണ്: സ്വർഗരാജ്യം, ക്രിസ്തുവിൻ്റെ രാജ്യം, ദൈവരാജ്യം. ഭൂരിപക്ഷം പേരും ഇവ 3ഉം ഒന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ്. 3ലും പൊതുവായ വസ്തുതകളുണ്ടെങ്കിലും വ്യത്യസ്ത രാജ്യങ്ങളാണിവയെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ സന്തോഷവുമാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന പൊതുവായ വസ്തുത. ഇവയെക്കുറിച്ച് അല്പം വിശദമായി തന്നെ ചിന്തിക്കാം. സ്വർഗരാജ്യം. മത്തായി സുവിശേഷത്തിലാണ് സ്വർഗരാജ്യം എന്നുള്ള വാക്ക് കൂടുതലായി കാണുന്നത്. മറ്റു സുവിശേഷങ്ങളിൽ സ്വർഗരാജ്യം എന്നതിന് പകരം ദൈവരാജ്യം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രാജ്യം എന്ന പദം കൂടുതലായി കാണുന്നത് ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും ആണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രധാനമായി വിവരിച്ചിരിക്കുന്നത്. 7 ഉപമകൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ ഉപമകളിൽ 2 ഒഴിച്ച് ബാക്കി 5 മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷങ്ങളിൽ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ രാജ്യവും ദൈവരാജ്യവും സ്വർഗരാജ്യത്തിൽ നിന്ന് ചില കാര്യങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിന് സദൃശ്യമാകുന്നു എന്നുള്ള ഉപമയും, സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാവിധ മീനും പിടിക്കുന്ന വലയോട് സദൃശ്യം എന്ന ഉപമയും മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലല്ലാതെ മറ്റു സുവിശേഷങ്ങളിൽ കാണുന്നില്ല. ഈ ഉപമകളാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്തെയും ദൈവരാജ്യത്തെയും വ്യത്യസ്തമായി കാണുന്നതിന് പ്രേരിപ്പിക്കുന്നത്. നല്ല വിത്ത് വിതയ്ക്കുന്ന ഉപമയിൽ വയലിൽ ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചതായി കാണുന്നു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്നു വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും. 2ഉം കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുവാനും കൽപ്പിക്കും എന്നു പറഞ്ഞു. മത്തായി സുവിശേഷം 13-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 2ാമത്തെ ഉപമയിൽ രാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യമായി ചിത്രീകരിച്ചിരിക്കുന്നു. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി. ഇരുന്നുകൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞുകളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. മത്തായി സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. മേൽപ്പറഞ്ഞ 2 ഉപമകളിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ട വസ്തുത, സ്വർഗരാജ്യത്തിൽ നീതിമാന്മാരെ കൂടാതെ ദുഷ്ടന്മാരായ കളയും ഒരുമിച്ച് വസിക്കും എന്നുള്ളതാണ്.
ആകയാൽ സ്വർഗരാജ്യത്തിന് അവസാനമുണ്ടെന്നും ലോകാവസാനത്തിൽ വലിയൊരു വേർതിരിവ് സംഭവിക്കുമെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കളയെ വേർതിരിക്കുകയും ആകാത്ത മത്സ്യങ്ങളെ എറിഞ്ഞു കളയുകയും ചെയ്യുമെന്ന് ഈ ഉപമകൾ വ്യക്തമാക്കുന്നു. ക്രിസ്തുവിൻ്റെ രാജ്യത്തിലും ദൈവരാജ്യത്തിലും കളയും ആകാത്ത മത്സ്യവും കാണുന്നില്ല. ആകയാൽ സ്വർഗരാജ്യം ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ മുന്നോടിയായുള്ള കോൺസുലേറ്റ് അഥവാ സ്ഥാനാപതി മന്ദിരം മാത്രമാണ്. ഉദാഹരണത്തിന്, അമേരിക്കയുടെ ഒരു കോൺസുലേറ്റ് ഇന്ത്യയിലുണ്ട്. അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നയാൾ കോൺസുലേറ്റിൽ വിസയ്ക്ക് അപേക്ഷിക്കണം. അപ്രകാരം അനുവാദം കിട്ടുന്ന ആൾക്ക് മാത്രമേ അമേരിക്കയിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. കോൺസുലേറ്റിൽ ഭരണം നടത്തുന്നത് ഇന്ത്യ ഗവൺമെൻറ് അല്ല, അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ്. ആ പ്രതിനിധിയെ സ്ഥാനാപതി എന്ന് വിളിക്കുന്നു. അമേരിക്കൻ ഗവൺമെൻറ്റിന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ ഭരണം നടത്തുന്നത്. അതുപോലെ ക്രിസ്തുരാജ്യത്തിൻ്റെ സ്ഥാനാപതി മന്ദിരമാണ് സ്വർഗരാജ്യമെന്ന് വിവക്ഷിക്കുന്നതിൽ തെറ്റില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗരാജ്യമെന്നത് ക്രിസ്തീയ മണ്ഡലത്തെ കുറിക്കുന്നു. ആത്മീയരും അതോടൊപ്പം തന്നെ പ്രാകൃതരും ജഡീകരും ഇവിടെ ഒരുമിച്ച് വസിക്കുമെന്ന് നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ ക്രിസ്തീയ മണ്ഡലത്തെ 7 തരത്തിലുള്ള സഭാ സംഘടനകൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനമെഴുതുമ്പോൾ അവിടെ പ്രാകൃതരും ജഡീകരും ആത്മീയരും ഉണ്ടെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് സഭകളോട് പറയുന്ന ദൂതിൽ 7 സഭകളെക്കുറിച്ച് വ്യക്തമാക്കുന്നു. എഫെസോസ് സഭ സ്നേഹം നഷ്ടപ്പെട്ടുപോയ സഭയായി ചിത്രീകരിച്ചിരിക്കുന്നു. അവർ മാനസാന്തരപ്പെടുകയും ജയിക്കുകയും ചെയ്തില്ല എങ്കിൽ പറുദീസയിലെ ജീവവൃക്ഷഫലം തിന്മാൻ ലഭിക്കയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. 2ാമത്തെ സഭയായ സ്മുർണ സഭ രക്തസാക്ഷികളുടെ സഭയാകുന്നു. അവർ മരണപര്യന്തം വിശ്വസ്തരായിരിക്കണമെന്നും ജയിച്ചാൽ ജീവകിരീടം പ്രാപിക്കുമെന്നും വ്യക്തമാക്കുന്നു. 3ാമത്തെ പെർഗമോസ് സഭ സാത്താന്റെ സിംഹാസനം ഇരിക്കുന്നിടത്താണ് സ്ഥിതി ചെയ്യുന്നത്. സാത്താന്റെ സഭയിലുള്ള ആചാരങ്ങളുമായി യോജിച്ചു പോകുന്നു. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചുകൊള്ളുന്നവരും ദുർനടപ്പ് ആചരിക്കുന്നവരും നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരെ കൊണ്ടും ഈ സഭ നിറഞ്ഞിരിക്കുന്നു. അതായത് ജാതീയ ആലയത്തിലുള്ളതെല്ലാം പെർഗമോസിലെ സഭയിലുണ്ട്. സാത്താന്റെ പള്ളിയിലുള്ള കൊടിമരവും ചെണ്ടകൊട്ടും ഇവ പെർഗമോസിലെ സഭയിലും കാണുന്നു. ഇങ്ങനെ ക്രിസ്തീയ മണ്ഡലത്തിൽ പെർഗമോസിലെ സഭയും ഉൾപ്പെടുന്നു. മാനസാന്തരപ്പെട്ട് ആത്മാവ് സഭകളോട് പറയുന്നത് കേട്ട് അനുസരിക്കുന്നവന് ഇവിടെ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ദുർനടപ്പുകാരിയായ ഇസബേലാണ് തുയത്തൈര സഭ ഭരിക്കുന്നത്. പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും വിശ്വാസികളെ അവർ ഉപദേശിക്കുന്നു. ഇങ്ങനെയുള്ള സഭകളും ഇന്നത്തെ ക്രിസ്തീയ മണ്ഡലത്തിൽ കാണുന്നു. സർദീസിലെ സഭ ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും മരിച്ച സഭയാണ്. വിശ്വാസമുണ്ടെന്ന് പറയുകയും അതിനു തക്ക പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ സഭയും ഇക്കാലത്തിൽ ക്രിസ്തീയ മണ്ഡലത്തിലുണ്ട്. അല്പം മാത്രമേ ശക്തിയുള്ളൂവെങ്കിലും ദൈവവചനം കാത്തു സൂക്ഷിക്കുന്ന ഫിലദൽഫിയ സഭയും ചുരുക്കമായുണ്ട്. 7ാമത്തെ സഭയായ ലവോദിക്ക സഭ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. താൻ ധനവാനാണെന്നും സമ്പന്നനാണെന്നും ഒന്നിനും മുട്ടില്ലായെന്നും വമ്പു പറയുന്നുവെങ്കിലും നിർഭാഗ്യവാനും അരിഷ്ടനും കുരുടനും നഗ്നനുമാണെന്ന് അവർ അറിയുന്നില്ല. ശീതോഷ്ണവാനായ ഇതിനെ വായിൽ നിന്ന് ഉമിഞ്ഞു കളയുന്നു. മേൽപ്പറഞ്ഞ 7 സഭകളിലുള്ള സംഘടനകളെ ഉൾക്കൊള്ളുന്നതാണ് സ്വർഗരാജ്യം. ആയതിനാൽ കൊയ്ത്തുവരെ അഥവാ കർത്താവിൻ്റെ 2ാം വരവ് വരെ നിൽക്കട്ടെയെന്ന് ഇവരെക്കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്നു. കർത്താവിൻ്റെ രഹസ്യപ്രത്യക്ഷതയിൽ വലിയൊരു വേർതിരിവ് ഉണ്ടാകുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ സഭാസംഘടനയാകുന്ന വയലിൽ കളയും ഗോതമ്പും ഒരുപോലെ വളരും. 2 കൂട്ടർക്കും വെള്ളവും വളവും ഒരുപോലെ ലഭിക്കും. ഗോതമ്പിനെ പോലെ താനും നിലകൊള്ളുന്നുവെന്നാണ് കള കരുതുന്നത്. കാറ്റിൽ 2 കൂട്ടരും ആടിപ്പാടുന്നു.
ബാഹ്യമായ വ്യത്യാസം ഇരുകൂട്ടർക്കും കാണുന്നില്ല. ക്ലീൻ ഷേവും നീണ്ടയുടുപ്പും വെള്ളവസ്ത്രധാരികളുമായിരിക്കാം. എന്നാൽ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ സംഘടനയിലെ കളകളെ നന്നായി തിരിച്ചറിയും. അതുകൊണ്ട് കൊയ്ത്തിന് സമയമാകുമ്പോൾ ആദ്യമായി കളകളെ വേർതിരിക്കും. അവയെ കെട്ടുകളാക്കി ചുടുവാൻ വെച്ചിരിക്കുന്നു എന്ന് മത്തായി സുവിശേഷം 13 അധ്യായം 30 വായിക്കുന്നു. അതായത് അവരെ യഹോവയുടെ കോപദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ശേഷിച്ച ഗോതമ്പ് കറ്റകളെ മെതിക്കളത്തിലേക്ക് കൊണ്ടുപോകും. മെതിക്കളത്തിലും ഒരു വേർതിരിവുണ്ട്. കതിരിൽ നിന്ന് കച്ചിയെ അഥവാ വൈക്കോലിനെ വേർതിരിക്കുന്നു. കച്ചിയെ കളയോടുകൂടെ ചേർക്കുന്നു. സഭാസംഘടനകൾ വെറും കച്ചിയത്രേ. അവയെ കളപ്പുരയിലേക്ക് കൊണ്ടുപോകുകയില്ല. മൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കളയുകയുള്ളൂ. ശേഷിച്ചത് മെതിക്കളത്തിൽ മൂടിയിടുന്നു, അഥവാ നെല്ലും പതിരും കൂട്ടിയിടുന്നു. 2-3 ദിവസം നന്നായി ഉണങ്ങിയ ശേഷം യജമാനൻ വീശുമുറവുമായി ദാസന്മാരെ അയക്കുന്നു. തലേ ദിവസം വരെ മൂടയിൽ കിടന്ന് ഗോതമ്പ് മണിയോടൊപ്പം കർത്താവിൻ്റെ വരവിൽ ഞാനും പോകുമേ എന്ന് പാടിയവർ വീശുമുറത്തിന് മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ കളത്തിന് പുറത്തു പോകുന്നു. അവയെ ഒരുമിച്ചു കൂട്ടി കെടാത്ത തീയിലിട്ട് എരിച്ചു കളയുന്നു. ശേഷിച്ച നിറമണികളായ ഗോതമ്പ് മണികളെ എല്ലാറ്റിൽ നിന്നും വേർപെടുത്തി യജമാനൻ തൻ്റെ അറയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് അവകാശികളാകുന്നു. നിറമണികളായി തീരണമെങ്കിൽ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ സ്നേഹം, ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം എന്നിവ ആവശ്യമായിരിക്കുന്നു. പ്രാകൃതനാകുന്ന കളയും പതിരാകുന്ന ജഡീകനും സംഘടനയാകുന്ന കച്ചിയും പുറത്തേക്ക് പോകുമ്പോൾ നിറമണികളാകുന്ന ഗോതമ്പ് മണികൾ മാത്രമാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ 2 പേർ കിടക്കയിലായിരിക്കും. നിറമണിയെ കൈക്കൊള്ളും, കളയെ ഉപേക്ഷിക്കും. 2 പേർ വയലിലായിരിക്കും. ഒരാളെ കൈക്കൊള്ളും, മറ്റേയാളെ ഉപേക്ഷിക്കും. 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാളെ ചേർക്കും, മറ്റേയാളെ ഉപേക്ഷിക്കും. സ്നേഹിത, നീ കളയാണോ, നിറമണിയാണോ, പതിരാണോ എന്ന് തീരുമാനിക്കുവാനുള്ള സമയമാണിത്. ദൈവത്തിൻ്റെ പ്രസാദവർഷമാണിപ്പോൾ. പ്രതികാരനാൾ വരും മുമ്പേ മാനസാന്തരപ്പെട്ട് നിറമണികളാകാൻ ശ്രമിക്കുക. ഇന്നത്തെ ഓഡിയോ ബുക്ക് ICPF ആനന്ദത്തോടുകൂടി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. I'll see